ചില ആളുകൾക്ക് ഒരു വിചാരമുണ്ട്. എന്താണെന്നറിയോ? ചില അസുഖങ്ങൾ എനിക്കോ എൻ്റെ വീട്ടിലുള്ളവർക്കോ ആർക്കും വരില്ല എന്ന്. അവർക്കെന്തോ വേലി കെട്ടി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കിട്ടിയിരിക്കുന്ന പോലെയാണ് അവരുടെ സംസാരം. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരു ചേച്ചി, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരൊരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഈ അടുത്ത കാലത്ത് 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. ഇവർ പുറത്ത് പോയപ്പോൾ ഇവരുടെ കയ്യിലെ ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ കീമോതെറാപ്പി എടുക്കുന്നുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ അവർ ഫുൾ സ്ലീവാണ് ധരിക്കാറ്. അന്ന് ഹാഫ് സ്ലീവ് ഡ്രസ്സ് ഇട്ടിട്ടാണ് പുറത്തു പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ക്യാനുള്ള പുറത്തുനിന്ന് ഒരാൾക്ക് കാണാം. ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ, ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കണം. പെൺകുട്ടി എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമായിട്ട് നമുക്ക് ചെറിയൊരു കുട്ടിയാണെന്ന് വിചാരിക്കാൻ പറ്റില്ല. 10-27 വയസ്സുള്ളൊരു പെൺകുട്ടി, നല്ല വിദ്യാഭ്യാസവും വിവരവും ജോലിയും ഉള്ളൊരു കുട്ടി. ആ കുട്ടി ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന്. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, ഞാനിങ്ങനെ ഇന്ന പേഷ്യൻ്റാണ്, ട്രീറ്റ്മെൻറ്റ് എടുക്കുവാന്ന്. അത് കേട്ടപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞ മറുപടി അത് ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ ആ വീഡിയോയിൽ ആ ചേച്ചി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുകയാണ്. കരഞ്ഞുകൊണ്ടാണ് അവരന്ന് ആ വീഡിയോ അവസാനിപ്പിച്ചത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നിമിഷത്തിനുള്ളിൽ എന്തും സംഭവിക്കാം അല്ലേ? നമ്മുടെ ജീവിതം കീഴായിട്ട് തന്നെ മറിയാം. അതിനൊരൊറ്റ നിമിഷം മതി. പക്ഷെ അത് ഓരോരുത്തരുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഓരോ രൂപത്തിലായിരിക്കുന്നു മാത്രം. ചിലർക്കത് ആക്സിഡൻ്റ് ആയിരിക്കും, ചിലർക്ക് എന്തെങ്കിലും മാറാവ്യാധികളായിരിക്കും, ചിലർക്ക് ബിസിനസ് തകർച്ചയായിരിക്കും, ചിലരെ സംബന്ധിച്ച് അവരുടെ ഉറ്റവരോ ഉടയവരോ മരണപ്പെട്ടു പോകുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾക്കൊരാളോട് അല്ലെങ്കിൽ ഒരാളുടെ മുഖത്ത് നോക്കി നല്ലതൊന്നും പറയാനില്ല എങ്കിൽ ആ വായ തുറക്കാതിരിക്കുക, അത് അടച്ചു തന്നെ പിടിക്കുക. എന്തിനാണ് മറ്റുള്ളവരെ നമ്മളിങ്ങനെ കുത്തി കുത്തി വേദനിപ്പിക്കുന്നത്?